നമസ്കാരം. പ്രശസ്തിയും സ്ഥാനമാനങ്ങളും പ്രശംസയ്ക്കും കൊണ്ട് ഒരിക്കലും അഹങ്കാരം വരാതിരിക്കാൻ ശ്രമിക്കണം. ഒരാന എഴുന്നള്ളത്തിന് അമ്പലത്തിനകത്ത് പോയിട്ട് നെറ്റിപ്പട്ടം കെട്ടി അതിൻ്റെ മേലെ തടമ്പേറ്റി നടക്കുമ്പോൾ ആനയാണ് ഏറ്റവും വലുത്, ഏറ്റവും ഉയരമുള്ള ആന. ആ തടമ്പേറ്റിയിട്ട് അമ്പലത്തിന് പ്രദക്ഷിണം കഴിഞ്ഞ് എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞ് നെറ്റിപ്പട്ടും തടമ്പും ഇറക്കി കഴിഞ്ഞാൽ പിന്നെ ആ ആന നിൽക്കേണ്ടത് സാധാരണ ആനകളുടെ കൂടെ തന്നെയാണ്. അതേപോലെ തങ്കത്തിൻ്റെ തേരായിരിക്കും. അതിന് വിഗ്രഹം വെച്ച് പ്രദർശിപ്പിച്ച് അമ്പല പ്രദക്ഷിണം ചെയ്ത് പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് ആ വിഗ്രഹം മാറ്റിക്കഴിഞ്ഞാൽ തേര് തങ്കത്തിൻ്റെ ആണെങ്കിലും അത് മാറ്റി വെക്കപ്പെടും. അതിൻ്റെ അമ്പലത്തിൻ്റെ വിഗ്രഹത്തിൻ്റെ നേരെ മുമ്പിൽ തന്നെ നിർത്തില്ല, അത് മാറ്റും. അതേപോലെ തന്നെ നമ്മൾ എത്ര പ്രിയമുള്ളവരാണെങ്കിലും നമ്മുടെ ആവശ്യം ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞ് അവിടുന്ന് മാറണം. അതാണ് അതിൻ്റെ ശരി. എപ്പോഴും ഒരാൾക്ക് പ്രാധാന്യത്തോടു കൂടെ അവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് അഹങ്കരിക്കരുത്. അതുമാതിരി പ്രശംസയെക്കാട്ടിൽ വിമർശനങ്ങളല്ലേ കൂടുതൽ നല്ലത്. അത് നമുക്ക് ആലോചിച്ച് നോക്കിയിട്ട് അതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക എന്നല്ലാണ്ട് ഒരിക്കലും പ്രശംസ കൊണ്ടൊരു അഹങ്കാരം വരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.